ഇത് നല്ലത് തന്നെ. ഹായ്. എന്ത് നാറ്റോടത്? നാറ്റോ? നാറ്റെന്ന് പറയല്ലേ സ്മെൽ, സ്മെല്ല്, സ്മെല്ല്, ബ്യൂട്ടിഫുൾ സ്മെൽ. നീ എന്തെന്ന് വാരി തേച്ചേ? ഞാൻ ഇത് തേച്ചിട്ടുണ്ടായിരുന്നു അത്ര. അതിന്റെ കൂടെ നമ്മുടെ പെർഫ്യൂം മേടിച്ചപ്പോ ഒരു കോംബോ സ്റ്റൈൽ സ്മെൽ. നല്ല മാറ്റായിട്ട്. മുടി നോക്കിയേ എങ്ങനെയുണ്ട്? നീ ഈ കോലത്തിലെ മോനെ? കോലോ? നമുക്ക് എന്തങ്ങനെയുള്ള നാറ്റം, കോലം, നല്ല വേർഡ്സ് ഒന്ന് പറ. മര്യാദക്ക് പോനീ. എനിക്കെന്ത് മര്യാദ കുറവാണ്? ഇത് കണ്ടില്ലേ, നല്ല ഗംഭീര സാധനല്ലേ എന്റെ പൊന്നു മോനെ. കൊറേ പെണ്ണുകളെ കണ്ട് 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 അവസാനം ഒരു നല്ല പെൺകുട്ടിയെ കിട്ടിയതാ. നീ ആയിട്ട് ഇനി അതിനെ കളയരുത്. അമ്മയ്ക്ക് ഇപ്പോഴത്തെ സ്റ്റൈലുകൾ അറിയാതാണ്. ഇപ്പോഴത്തെ പെൺപിള്ളേരുണ്ടല്ലോ, എന്റെ ഈ ഒരു സ്റ്റൈലിലാണ് വീടുള്ളൂ. അല്ലാതെ വെറുതെ പൊടി മീശം വെച്ച് കോളറും വലിയ ഷർട്ടും ഇട്ട് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ചെന്ന് ആര് നോക്കാനെന്ന് വിചാരിച്ചിട്ടാ? ഇതൊക്കെയാണ് എന്റെ സ്റ്റൈല്. മോനോട് സ്നേഹമുള്ളതുകൊണ്ട് അമ്മ പറയാണ്, അവിടെ പോയിട്ട് നീ വാ തുറക്കരുത്. അതെന്താണ്? എനിക്ക് മിണ്ടാൻ അറിയാൻ പാടില്ല എന്ന് വിചാരിക്കില്ല അവള്? ഇടാ, അതല്ല, നീ വാ തുറന്ന മണ്ടത്തരേ പറയുള്ളൂ. അവള് പറയണ കേട്ട് നെഗറ്റീവ് അല്ലാതെ ഇല്ല അമ്മക്ക്. നീ എന്തെങ്കിലും പറഞ്ഞ് ഈ കല്യാണം മുടക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. എനിക്കൊരു പേടിയില്ല. എനിക്കറിയാം ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നൊക്കെ. നീ നന്നായിട്ട് അറിയാം. അമ്മ പോയേ, ഞാൻ പോയിക്കോളാം. ഒന്നാമത് പോണതിന് മുമ്പ് ഇങ്ങനത്തെ വാക്കുകളൊന്നും പറയല്ലേ അമ്മ. ഉള്ള കോൺഫിഡൻസ് പോവും. എന്നാ പോണില്ലേ? സമയമില്ലേ? ആ പോകുന്നു. പോയിക്കോ അമ്മ, പൊക്കോ. എനിക്ക് കുറച്ചുകൂടി പരിപാടി ഉണ്ട്. ഇനി എന്തെന്നാ? കണ്ടിട്ട് പോയാ മതി. നീ ഏത് കോലത്തിലും പോണേന്ന് എനിക്ക് കാണണ്ടേ? ഞാൻ കണ്ടിട്ട് പോയിക്കോളാം. അധികം വൈകണ്ട. ആ കൊച്ചവിടെ എനിക്ക് മുടിയൊക്കെ ഒന്ന് ചെയ്യണോ? നീ ചക്കനെ കൊണ്ട് തോറ്റല്ല. ഇങ്ങനത്തെ വീട്ടിലേക്കാണല്ലോ കേറി വരണത്. അവിടെ കളിക്കുമ്പോ തരാ തരാ. അയ്യോ, ഇത് പോവല്ലോ. തരാ ശീതളൻ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഞാൻ കുറെ നേരമായിരിക്കുന്നു. കുറച്ചേരായി. എന്താ ലേറ്റ് ആയ? ഒന്നും പറയണ്ട. അമ്മയായിട്ട് ഒന്ന് രണ്ടും പറഞ്ഞ അങ്ങനെ സമയം പോയി. ഒന്നുമില്ല, വെറുതെ ഞാൻ ഒരുങ്ങുന്നൊന്നും കണ്ടുകൂടാത്ത തന്നെ. കൊള്ളാൻ ചെറുതായിട്ടുണ്ട്. ആണോ? പിന്നെ അന്ന് ആ പെണ്ണ് കാണലിന് വന്നപ്പോ എനിക്ക് ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. ചമ്മല? എനിക്ക് ചമ്മലൊന്നും ഉണ്ടായില്ല. പിന്നെ സത്യമായിട്ടും എനിക്ക് ചമ്മലുണ്ടായില്ല. കണ്ടിട്ട് അങ്ങനെ തോന്നിയാ? താനെന്തിനാണോ പറഞ്ഞത്? തന്റെ മുഖമൊക്കെ അന്ന് ഞാൻ കണ്ടതല്ലേ. സത്യം പറഞ്ഞതാ. ആണോ? ചമ്മൽ എന്തിനാ? അല്ല, എനിക്ക് തോന്നി. എനിക്ക് എത്ര മെസ്സേജ് അയച്ചു? അല്ല, അതൊക്കെ ശേഷമല്ല, ഞാൻ അന്നത്തെ കാര്യം പറഞ്ഞത്. പിന്നെ എന്താണ് കല്യാണ വിശേഷം വീട്ടില്? കല്യാണക്കാര്യങ്ങൾ ഇങ്ങനെ ചർച്ചയിലാണ്. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയട്ടെ, സ്ത്രീധനൊന്നും പ്രതീക്ഷിക്കണ്ട കേട്ടാ. ഒന്നും കിട്ടില്ല എന്റെ വീട്ടിൽ നിന്ന്. അയ്യേ, താൻ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്? അങ്ങനെയല്ല, ഞാൻ ആദ്യമേ പറഞ്ഞത്. അതിന്റെ പേര് ഒരു പ്രശ്നം ഉണ്ടാവരുത്. അയ്യേ അങ്ങനെ പറയരുത്. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ഞങ്ങൾ അങ്ങനെയൊന്നും ആലോചിച്ചിട്ട് പോലുമില്ല. ഞാനേ ഇതിൽ കഴിക്കാൻ വെച്ചിട്ട് കഴിക്കാൻ എന്ത് മേടിക്കാനാ? ഐസ്ക്രീം വെച്ചിട്ട് വരാം. ഐസ്ക്രീം മതിയോ? മതി, ലൈറ്റ് ആയിട്ടുള്ള കഴിക്കാം. എന്നിട്ട് സംസാരിക്കാം. കോൺ ഐസ്ക്രീം മതി എനിക്കെന്നാ. ഓക്കെ, രണ്ട് കോണയും. രണ്ടും ഡൺ. ഞാൻ വരണ്ടോ? വേണ്ട വേണ്ട.
താൻ എന്താ കാണിച്ചത്? താന്റെ ഫോട്ടോ എടുത്തില്ലേ? തന്റെ ഫോട്ടോ ഞാൻ കണ്ടതാ, താന്റെ ഫോട്ടോ എടുത്തു. ഇയാളെന്താ ആളുകളിയാക്കണോ? മര്യാദ ഡിലീറ്റ് ചെയ്യും. എന്താ സിസ്റ്റർ എന്താ പറയണേ? ഞാൻ എന്തിനാ നിങ്ങളുടെ ഫോട്ടോ? താൻ കിടന്ന് ഉടായ്പ കാണിക്കണം. ഞാൻ അവിടെ നിന്ന് കണ്ടാണല്ലോ താന്റെ ഫോട്ടോ എടുത്തത്. എനിക്ക് എന്തിനാ നിങ്ങളുടെ ഫോട്ടോ? ഞാൻ എന്തിനാ നിങ്ങളുടെ ഫോട്ടോ എടുക്കണം? അത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. തനിക്ക് എന്തിനാ എന്റെ ഫോട്ടോ? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞേ? നിങ്ങളുടെ ഫോട്ടോ എനിക്ക് എന്തിനാ? താൻ കൂടുതൽ കിടന്ന് തുള്ളണ്ട. ഞാൻ കണ്ടതാ താൻ എന്റെ ഫോട്ടോ എടുക്കുന്നത്. സിസ്റ്റർ വെറുതെ ആവശ്യമില്ലാത്ത കാര്യം എനിക്ക് ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയേണ്ട കാര്യമൊന്നും. എന്തെന്ന് വിചാരിച്ചാ സംസാരിക്കണത്? എനിക്ക് നല്ല ഉറപ്പുണ്ട് തന്റെ കയ്യിൽ എന്റെ ഫോട്ടോ ഉണ്ടെന്നുള്ളത്. എനിക്ക് ഞാൻ നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്ന കാര്യം തന്നെ ഇരിക്കുവായിരുന്നു. ഇയാൾ എന്റെ ഫോട്ടോ എടുത്തേക്കുക. കാര്യങ്ങൾ അറിയാതെ പറയില്ല ചേട്ടാ. ഞാൻ പറയണോന്ന് കേൾക്ക്. ഞാൻ എന്റെ ഫുഡിയായിട്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കായിരുന്നു. അവര് ഒരു ഐസ്ക്രീം മേടിക്കാൻ അങ്ങോട്ട് പോയതാ. വെറുതെ നിങ്ങൾ വെറുതെ വെള്ളം ഉണ്ടാക്കിയിട്ട് ആളെ നിങ്ങൾ അങ്ങനെ വർത്താനം പറയല്ലേ? ഏത് ഫോട്ടോ? പിന്നെ എങ്ങനെയാണ് എന്റെ ഫോട്ടോ വരുന്നത്? ഏതാ ഇത്? പിന്നെ ആരുടെ ഫോട്ടോ? പൊന്നു ചേട്ടാ, ഇത് ഞാൻ ഈ ആംഗിൾ എടുത്തപ്പോ ഈ മൂലയിൽ ഇവര് നിൽക്കണ ഞാൻ ശ്രദ്ധിച്ചില്ല ചേട്ടാ. ശ്രദ്ധിക്കണം. എന്ത് ശ്രദ്ധിക്കണം? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? എനിക്ക് ആവശ്യമില്ലാത്ത വർത്തമാനം ഡിലീറ്റ് ചെയ്ത് ചേട്ടാ. ഡിലീറ്റ് ചെയ്താ ഞാനതൊന്നും ഇവരുടെ ഫോട്ടോ ഒന്നും എടുത്തല്ല. കുറെ ആൾക്കാരുണ്ട് ഈ പാർക്കൊക്കെ നോക്കി ഞാൻ എനിക്ക് നിങ്ങളുടെ ഫോട്ടോ എടുക്കേണ്ട ഒരു കാര്യം. എന്റെ താര ഞാൻ വെറുതെ ഇതാരാ ഇത്? എന്റെ വുഡ് ബി. നല്ല തീരുമാനമാ. ഇയാള് പറ്റിയ ആള് തന്നെ. ഇയാളെ കണ്ട പെമ്പിള്ളാരെയൊക്കെ ഫോട്ടോ, എന്റെ ഫോട്ടോ ഇയാൾ സത്യമായിട്ട് ഞാനിത് ഈ ആംഗിളിൽ ഓരോ ഫോട്ടോകൾ ഞാൻ എടുത്തു. ഇവർ അതിന്റെ ഇടയിൽ വന്നിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. എന്റെ താര ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ചുമ്മാ ഇവിടെ നിന്ന് 1-2 ഫോട്ടോ എടുത്തു. നമ്മൾ കണ്ടതാ ഫോട്ടോ എന്റെ ഫോട്ടോ എടുത്തേക്കുന്നത്. നമ്മളിപ്പോ ഫോൺ മേടിച്ച് ഡിലീറ്റ് ആക്കിയതാ. അല്ലെങ്കിൽ നമുക്കിപ്പോ കാണിച്ചു തരാൻ പറ്റും ഇയാള് ശരിയല്ല. അത് തന്നെ ഞങ്ങള് കണ്ടതാ, ഡിലീറ്റ് ചെയ്തതാ. താരം സത്യമായിട്ടല്ല, ഞാനൊരു ഫോട്ടോ എടുത്തു സത്യ. പക്ഷെ ഇവരെ എടുത്തല്ല, ഞാൻ ഈ ആംഗിൾ എടുത്താണ്. സത്യം വിശ്വസിക്കും പ്ലീസ്. പോലീസിലേപ്പിക്കണേ ചെയ്യേണ്ടത്. താര നാളെ അവളോട് മാന്യമായി ഓരോ ഉടായ്പ കാണിച്ചിട്ട് വന്നിരുന്ന് ആ ബ്രോക്കർ ഇത് പറഞ്ഞു കേട്ടപ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോയി. എന്താ ഏറെ കാലത്ത് കാത്തിരിപ്പിന് ശേഷം അവർ നല്ല ബന്ധം ഒത്തു വന്നത്. അതിനിടയിലാ ഇത്. എന്താ ഇത്? എന്തൊന്നും പറയാനില്ല എനിക്ക്. ഞാൻ എന്ത് പറയാനമ്മ? ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ല ഇതുവരെ. ഞാൻ അവിടുത്തെ സീനറി ഒക്കെ, അവിടുത്തെ പൂക്കളും സീനറി ഒക്കെ എടുത്തിട്ട് ഞാൻ എന്റെ ഫോട്ടോ സെൽഫി ഒക്കെ നോക്കി എടുത്താണ് അത്. അതിന്റെ ഇടയിൽ കൊച്ചു വന്ന് കയറുന്ന എനിക്ക് അറിയാൻ പാടുണ്ടോ? നിനക്ക് ഇവിടെയുള്ള പൂവിന്റെ പടം എടുത്താ പോരാ, നീ അവിടെ പോയി എടുക്കണം. നീ കുളിമുറിയിൽ ക്യാമറ വെച്ച് ഫോട്ടോ എടുത്തു ഇപ്പം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അറിയാ. അപ്പൊ അമ്മാവന് പറയാൻ പാടില്ലേ ഈ കട്ടമീശം വെച്ച് എന്തെന്ന് ഞാൻ പറയണ്ടേ? നിന്റെ ഫോണും കളി ഞാനെന്ന് പറയണ്ടേ? എന്തൊരു നാണക്കേടായി പോയെന്നുള്ളതാ. ഈ സാധനം എനിക്ക് കൈകൊണ്ട് തൊട്ടിട്ടുണ്ടെങ്കിൽ അറിയാം. 24 മണിക്കൂർ ഫോണാ, 24 മണിക്കൂർ. എനിക്കെങ്ങനെ ആരാ ശീതളൻ? ഞാനാണ്. നീ പാർക്കിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്തായിരുന്നു, പിങ്കിൾ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുടെ. അതിന്റെ അച്ഛനാ ഞാൻ.
ഞാൻ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല ചേട്ടാ. കല്യാണപ്രായമായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്, അതിന്റെ ഫോട്ടോ എടുക്കാൻ നിന്നോട് ആര് പറഞ്ഞു? അയ്യോ ചേട്ടാ, ഞാൻ എടുത്തിട്ടില്ല. ഞാൻ എന്റെ ഫോട്ടോ നീ അവിടെ പെർമിഷൻ ചോദിച്ചോ? അമ്മ ഞാൻ ഇല്ല നീ വർത്താനം പറയാനെടുത്ത് നീ അവിടെ പെർമിഷൻ ചോദിച്ചോ ഇല്ലയോ? ചേട്ടാ, ഞാൻ ചോദിക്കാനായിട്ട് ഞാൻ അവരുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ അവിടുത്തെ പാർക്കിലെ ഫോട്ടോ, എന്റെ ഒക്കെ ഫോട്ടോ സെൽഫി ചിലക്കാൻ നിൽക്കല്ലേ? ഒരുപാട് ആൾക്കാരുണ്ട് നിന്നെ പോലെ ഇതേമാതിരി ഫോട്ടോ എടുത്ത് നടക്കണവര്. ആ പരിപാടി നടക്കില്ല, അത് നടക്കില്ലാന്ന്. നീ മേലെ ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്തെന്ന് ചേട്ടൻ പറഞ്ഞ? അവൻ അങ്ങനെ ചെയ്തിട്ടില്ല. അവൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്റെ മോള് എന്നോട് നുണ പറയോ? അമ്മാവൻ, ഞാൻ ഇവന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുക. ആര്? ഇവന്റെ? ഇവൻ എന്റെ പ്രായം ഉണ്ടല്ലോ, കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു. ചേട്ടാ, ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ്. ഏടാ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എടുത്തിട്ടുണ്ടെന്ന്. ചേട്ടാ, ഞാൻ എന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമ്മള് ഫോട്ടോ എടുക്കുമ്പോ പുറകിൽ ആരെയൊക്കെ പെടൂലേ? ഏടോ, അവിടെ അവള് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ നാട്ടുകാരൊക്കെ പാടെ കൂടിയിട്ട് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചത്. കൊച്ചു പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ്. ആ പ്രശ്നം ഉണ്ടാക്കി. എന്തുകൊണ്ടാ പ്രശ്നം ഉണ്ടാക്കിയത്? ഞാൻ മനസ്സിലാവട്ടെ ഇയാൾക്ക്. നിന്റെ ആ ഫോട്ടോ എടുക്കണ പരിപാടി ഞാൻ ശരിയായി തരാം. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം, കേസ് കൊടുക്കാൻ പോവാ. ഇയാൾക്ക് കേസ് കൊടുക്കണം. ഇയാളുടെ മോള് തിങ്കളാണെങ്കിലേ ഞാൻ ലിറ്ററേച്ചറാണ്, മനസ്സിലായിക്കോ? എന്തെന്ന് വർത്താനം പറഞ്ഞ മനസ്സിലാവട്ടെ. ഈ വർത്താനത്തിന് നീ ജയിലിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇയാളെ നോക്ക്, കേസ് കൊടുക്കണം. അല്ലാതെ എന്തെന്ന് പറഞ്ഞ അമ്മാവൻ, ഞാൻ ചെയ്യാത്ത കാര്യത്തിന് എന്റെ നേരം ഒന്ന് കുറ്റം പറഞ്ഞ പിന്നെ എന്ത് ചെയ്യും? കേസൊക്കെ ആവും, എനിക്ക് അറിഞ്ഞൂടെ. അധികം ഷോറൊക്കെ ഉണ്ട്. അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ? ഇയാള് പോടോ അച്ഛാ. വീട്ടിൽ കഴിഞ്ഞ് വന്നിട്ട് എന്താണ് അതെ, എനിക്ക് പറഞ്ഞു മനസ്സിലായില്ലേ? നിനക്ക് പറഞ്ഞു മനസ്സിലായില്ലേ? പിന്നെ നീ മൂക്കെടുക്കാണോ? ഞാൻ എന്തെന്ന് പറയണ അമ്മ? ഇപ്പൊ അയാളോട് ഇങ്ങനെ ചൂടാവേണ്ട കാര്യമുണ്ട്. പിന്നെ ഞാൻ ചെയ്യാത്ത കാര്യത്തിന് എന്നെ കുറ്റം പറഞ്ഞ എന്ത് ചെയ്യാൻ? നീ പോടാ. ശരിക്കും സമാധാനത്തിൽ പറഞ്ഞെങ്കിൽ അയാൾ ഒതുങ്ങൂലായിരുന്നു. അവര് ഫാമിലി ആയിട്ട് ഇങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പണിക്കൊക്കെ ഇറങ്ങും. ഞാൻ വെറുതെ ഒന്ന് ഫോട്ടോ എടുത്തേന്. ഇനി എന്ത് ചെയ്യും എന്റെ ചേട്ടാ? എന്താണ് ഈ ചെയ്യാൻ പാടില്ല? എന്താണ് ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാനില്ല. ഇവന് ഇത്രയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു സ്റ്റുഡിയോ തുടങ്ങിയാ പോരെ ഇവന്? എന്തിന്? ഫോട്ടോ എടുക്കാൻ. എക്സ്ക്യൂസ് മീ സർ. സർ, എന്റെ പേര് ആരോമൽ എന്നാണ്. ഞാനൊരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണ്. ഇതൊക്കെ ഞാനെടുത്ത പിക്ചറാണ് സർ. എനിക്കിതൊരു ഹോബിയാണ്. ഞാൻ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഈ ഫീൽഡിലാണ്. ഇതെന്റെ ഐ ഡി കാർഡാണ്. പിന്നെ സർ, ഞാനിത് ഇൻസ്റ്റയിലൊക്കെ എനിക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. ഇൻസ്റ്റയിൽ ഞാൻ റീൽസ് ആയിട്ട് ഫോട്ടോസ് ആക്കിയിട്ട് അപ്പൊ ഞാൻ സാറിന്റെ രണ്ട് സ്റ്റിൽസ് എടുത്തോട്ടെ. ഓക്കെ, ഇത് സാറിന്റെ ബൈക്കിൽ തന്നെയാണ് സാർ. ചെറിയ സാർ, ആ ഗ്ലാസ് നോക്കുമോ? സൂപ്പർ. ഓക്കെ സാർ, ഇങ്ങോട്ട് നോക്കണ്ട സാർ, അങ്ങോട്ട് നോക്കിയാൽ മതി. സാർ സാർ, എന്നെ ഒരു കാര്യം ഇവിടെ പറ്റേ. സാർ ഇവിടെ ഒന്നിരിക്കോ? ഇരുന്നിട്ട് ഒരു കാല് നീട്ടി വെച്ച് ഒരു കാല് മടക്കി വെച്ചാണ് നല്ല ഭംഗിയുള്ള ഫോട്ടോ എടുക്കും. ഇങ്ങനെ യെസ്, ഇരുന്നോളൂ. ശരി, ഫ്രീ ആയിട്ടിരുന്നോളൂ, ഫ്രീ ആയിട്ടിരുന്നോളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. ഓക്കെ സാർ. സാർ, ഞാനിത് എന്റെ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യും. സാറിന് ഈ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. സാറിന് എന്റെ ഫോൺ നമ്പർ സാറൊന്ന് നോട്ട് ചെയ്താണ്. 9842. എനിക്കൊരു ഹായ് വിട്ടാൽ മതി, ഞാൻ ഫോട്ടോ അയച്ചു തരാം. താങ്ക് യു സാർ. താങ്ക്സ് സാർ. താങ്ക് യു. എക്സ്ക്യൂസ് മീ സർ, എന്റെ പേര് ആരോമൽ എന്നാണ്. ഞാനൊരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണ്. അപ്പൊ സാറിന്റെ ഈ താടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ സാറിന് 2-3 സ്റ്റിൽസ് എടുത്തോട്ടെ? വേണ്ട, സോറി. ഓക്കെ സാർ, നോ പ്രോബ്ലം. താങ്ക് യു. എക്സ്ക്യൂസ് മീ, എന്റെ പേര് ആരോമൽ എന്നാണ്. ഞാനൊരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണ്. വേണ്ടത് കണ്ടോ? ഇതൊക്കെ ഞാൻ ഈ ഗാർഡനിൽ നിന്ന് എടുത്ത ഫോട്ടോസ് ആണ്. എനിക്ക് ഇൻസ്റ്റയിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. ഇതാണ് എന്റെ ഐ ഡി കാർഡ്.
ആരോമൽ. ഓക്കെ. അപ്പം മാഡത്തിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞാൻ മാഡത്തിൻ്റെ അടുത്ത് ഫോട്ടോ എടുത്ത് തന്നോട്ടെ. തിരക്കുണ്ടോ? കുറച്ച് തിരക്കുണ്ടായിരുന്നു. പെട്ടെന്ന് വിടാം. ഓക്കെ, മാഡം ഇങ്ങോട്ട് നിന്നോളൂ. ഓക്കെ ഓക്കെ. ഇനി മാഡം ഒന്ന് ഞാൻ പറയുമ്പോൾ ഒന്നും കൂടി നടന്നു വന്നാൽ മതി കേട്ടോ. നമുക്ക് റീൽസ് എടുക്കാം. യെസ്, സ്റ്റാർട്ട്. മാഡം ഇവിടെ നിൽക്കൂ. കൈ അവിടെ പിടിച്ചോളൂ. ഇതിനോട് ചാരി ഒന്നോളൂ. ശരിക്കും ഫ്രീ ആയിട്ട്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അനങ്ങല്ലേ പ്ലീസ്. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. മാഡം വരൂ. നോക്കൂ, എങ്ങനെയുണ്ട്? ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സൂപ്പർ അല്ലേ? മാഡം, അപ്പൊ ഞാനത് എന്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യും. എനിക്ക് ഒരുപാട് ഫോളോവേഴ്സുകളാണ്. വിരോധമൊന്നുമില്ലല്ലോ. പിന്നെ മാഡത്തിന് ഈ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ നോട്ട് ചെയ്തു.